ബിഗ് ബ്രേക്കിംഗ്. ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര പരാതിയുമായി മറ്റൊരു യുവതിയും രംഗത്ത്. വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും യുവതി പരാതി നൽകിയിരിക്കുന്നു. ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം. ഗർഭം ധരിക്കാൻ രാഹുൽ നിർബന്ധിച്ചതായും യുവതി പരാതിയിൽ പറയുന്നു. റോഷിബാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. റോഷിബാൽ, വളരെ ഗുരുതരമായ ഏറെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു യുവതി കൂടി പരാതി നൽകിയിരിക്കുകയാണോ? എന്താണ് പരാതിയിൽ പറയുന്നത്? റോഷ്നി, ഞെട്ടിക്കുന്ന പരാതിയാണ്. ഒരു പെൺകുട്ടി 23-കാരിയായ കേരളത്തിന് പുറത്തു താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ ക്രൂരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. ഈ പരാതി കോൺഗ്രസ് നേതൃത്വത്തിനാണ് ഈ യുവതി കൈമാറിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടു, അതിനുശേഷം കുടുംബത്തോട് ആവശ്യപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി, കുടുംബത്തിന്റെ അനുമതിയോടെ വിവാഹത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു. പെൺകുട്ടിയെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി, എന്നിട്ട് നേരിട്ട് പരിചയപ്പെടാനെന്ന് പറഞ്ഞ ഒരു ഹോം സ്റ്റേയിലേക്ക് എത്തിച്ചു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് കൂടുതൽ ആളുകൾ അറിയാത്തൊരിടം എന്ന രീതിയിൽ ഒരു ഹോം സ്റ്റേയിലേക്ക് തന്ത്രപരമായി എത്തിക്കുന്നു. ഇപ്പോൾ അതിൽ രാഹുലിന്റെ ഉറ്റ സുഹൃത്തായ ഫെനി നൈനാന്റെ പേരുകൂടി ആ പെൺകുട്ടി പരാമർശിക്കുന്നു. ഫെനി നൈനാനും രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന് ഒരു ഹോം സ്റ്റേയിലേക്ക് പെൺകുട്ടിയെ എത്തിക്കുന്നു. അങ്ങനെ ഹോം സ്റ്റേയിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്നു, ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു, വലിയ രീതിയിൽ ബുദ്ധിമുട്ടി. അങ്ങനെ മരുന്ന് നൽകിയതിനു ശേഷം വീണ്ടും ക്രൂരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്നാണ് ആ പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. ജീവഭയം കൊണ്ട് മാത്രമാണ് താൻ പോലീസിൽ പരാതി നൽകാത്തതെന്ന് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നൽകിയ ആ ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നു. അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് പെൺകുട്ടി ചൂണ്ടിക്കാട്ടുന്നത്. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തതിനു ശേഷം അതേ മുറിയിൽ വെച്ച് പെൺകുട്ടിയോട് പറഞ്ഞത് താൻ ആരെയും വിവാഹം കഴിക്കില്ല, താൻ ഈ തരത്തിൽ സൗഹൃദങ്ങൾ നിലനിർത്തി പോകാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മാനസികമായി തകർന്നു പെൺകുട്ടി. അവിടെ വെച്ച് പെൺകുട്ടിയോട് തന്റെ ഗർഭം ധരിക്കണമെന്ന് നിർബന്ധിച്ചു എന്ന് ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ ശരീരമാകെ മുറിവ് പറ്റി വലിയ രീതിയിൽ ശാരീരികമായും മാനസികമായും പ്രയാസമുണ്ടാക്കി. നിരവധി മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. അങ്ങനെ ഒരു സ്ത്രീവിരുദ്ധനായ മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ജനങ്ങളുമായി ഇടപെടാൻ അനുവദിക്കരുതെന്ന ഒരു കേണപേക്ഷ കൂടിയാണ്. അങ്ങനെയാണ് ഈ പരാതി പെൺകുട്ടി അവസാനിപ്പിക്കുന്നത്. പേര് വെളിപ്പെടുത്താതെയാണ് പെൺകുട്ടി, പക്ഷേ തന്റെ എല്ലാ വിവരങ്ങളും സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ കൈവശമുണ്ടെന്നും എന്തെങ്കിലും തരത്തിൽ പരാതിയിൽ സംശയമുണ്ടെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെടാമെന്നും സണ്ണി ജോസഫിനടക്കം നൽകിയ ഗൌരവമുള്ള പരാതിയാണ്. ഏതായാലും സംസ്ഥാനത്തിന് പുറത്തു താമസിക്കുന്ന 23-കാരിയായ പെൺകുട്ടിയാണ് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഉണ്ടായ ദുരനുഭവം വിവരിക്കുന്നത്. നേരത്തെ ഒരു പെൺകുട്ടി ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയെങ്കിൽ ഇത് ബലാത്സംഗമാണ്. നേരിട്ട് ബലം പ്രയോഗിച്ച് പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പരാതി. ആ പെൺകുട്ടി പക്ഷേ നിയമ നടപടിക്ക് തയ്യാറല്ല. അതിന്റെ കാരണവും കുട്ടി വിശദീകരിക്കുന്നു. തനിക്ക് ജീവനിൽ ഭയമുണ്ട്, അതുകൊണ്ട് നിയമ നടപടിയില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടണം, നടപടിയെടുക്കണമെന്ന ആവശ്യമാണ്. ഗുരുതരമായ പരാതി. അതിക്രൂരമായ രീതിയിൽ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. വിവാഹ വാഗ്ദാനം നൽകി, സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടു. അവിടെ വീട്ടിലേക്ക് വന്ന് താൻ തന്റെ ബന്ധുക്കളെയും കൂട്ടി വരാം, നമുക്ക് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി പരിചയപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലും ഫെനി നൈനാനും ചേർന്ന് ഒരു കാറിൽ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയി സ്നേഹത്തോടെ അവിടെ എത്തിച്ച് മുറിയിലെത്തിച്ച് ഫലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയെന്നാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. അങ്ങനെ മാനസികമായും ശാരീരികമായും താൻ തളർന്നുപോയി. അതിനുശേഷം വിവാഹം കഴിക്കാനുള്ള തന്റെ തീരുമാനം പോലും ഇനി ഒരു വിവാഹമില്ല ഈ ഒറ്റ കാരണത്താൽ എന്ന് പറഞ്ഞ് പെൺകുട്ടി നിൽക്കുകയാണ്.
വളരെ ഗൌരവത്തിലുള്ള പരാതിയാണ്. രണ്ടാമത്തെ പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക അതിക്രമത്തിനെതിരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യത്തെ പരാതി പോലീസിലെത്തി. ഇപ്പോൾ രണ്ടാമത്തെ പരാതി കോൺഗ്രസ് നേതൃത്വത്തിന്, അത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കൈകളിലേക്കാണ് പരാതി എത്തിയിരിക്കുന്നത്. ആദ്യത്തെ പരാതി പോലീസിൽ നൽകിയപ്പോൾ ആ യുവതിയും രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിരുന്നു. ഈ പെൺകുട്ടി നേരിട്ട് കോൺഗ്രസ് നേതൃത്വത്തിനാണ് പരാതി നൽകിയത്. അത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്, വയനാട് MP പ്രിയങ്ക ഗാന്ധി, ഇങ്ങനെ 3 പേർക്കാണ് പെൺകുട്ടി ഇമെയിൽ വഴി തന്റെ ദുരനുഭവം പറഞ്ഞ് പരാതിയായി നൽകുന്നത്. ഈ പരാതിക്കൊപ്പം പറയുന്നുണ്ട് ക്രൈംബ്രാഞ്ചിന് ഈ കാര്യം എല്ലാം അറിയാം. ക്രൈംബ്രാഞ്ചിന്റെ കൈവശം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാമുണ്ട്. എല്ലാ തെളിവുകളും പെൺകുട്ടിയുടെ കൈകളിലുണ്ട്. അങ്ങനെ ഒടുവിൽ മറ്റൊരു പെൺകുട്ടി കൂടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക അതിക്രമത്തിനെതിരെ രംഗത്ത് വരുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. അതും ക്രൂരമായ പീഡനമാണ്. ഏറ്റവും ക്രൂരമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടു, ഉപദ്രവിച്ചു, ദേഹോപദ്രവം നടത്തി, ബലാത്സംഗം ചെയ്തു എന്നടക്കമുള്ള അതീവ ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാട് നിർണായകമാണ്. ഇപ്പോഴും MLA ആയി തുടരുന്നു. ഇപ്പോഴും ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു. ഇപ്പോഴും പോലീസിൽ കീഴടങ്ങാതെ ഒളിച്ചു നടക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രണ്ടാമത്തെ പെൺകുട്ടി കൂടി പരാതി നൽകുന്നു. എത്ര പേർ ഇനിയും പരാതി നൽകുമെന്ന് വ്യക്തമല്ല. നിരവധി പെൺകുട്ടികൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തിനിരയായിട്ടുണ്ടെന്ന് നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പലരും ഭയം കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കുമെന്ന് ഭയപ്പെട്ട് അവർ പരാതി നൽകുന്നില്ല. ഈ കുട്ടിയും അതുതന്നെയാണ് പോലീസിൽ പരാതി നൽകാതെ ഭയപ്പെടുന്നത്. കാരണം സാമൂഹ്യ മാധ്യമത്തിൽ സംഘടിതമായി നേരത്തെ പരാതി നൽകിയ പെൺകുട്ടിയെ അധിക്ഷേപിച്ചു, അവഹേളിച്ചു. സമാനമായ സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്ന ഭയമാണ് പെൺകുട്ടിക്ക്. ഈ കാര്യം പരാതിയിൽ പറയുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ചിന് എല്ലാം അറിയാം. എല്ലാ കാര്യങ്ങളും ക്രൈംബ്രാഞ്ചിന് കൈവശമുണ്ട്. തെളിവുകളടക്കം ക്രൈംബ്രാഞ്ചിന് മുന്നിലുണ്ട്. ഈ പെൺകുട്ടി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ കുരുക്കായി മാറും. ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചു, ബലാത്സംഗം ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിന്റെ തെളിവ് കൂടിയായി ഈ പരാതി മാറുന്നു. കോൺഗ്രസ് നേതൃത്വം, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ കാര്യത്തിൽ പെൺകുട്ടിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ പോലീസിൽ പരാതി നൽകിയ പെൺകുട്ടി പ്രതിപക്ഷ നേതാവിന് ഒപ്പം തന്നെ ഈ 3 പേർക്കും പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതിയിൽ ഒരു നടപടിയും പാർട്ടി തലത്തിൽ ഉണ്ടായിട്ടില്ല. പാർട്ടിയെ നടപടിയെടുക്കില്ല, സസ്പെൻഷനിൽ നടപടി ഒതുക്കിയിരിക്കുന്നു എന്നാണ് നേതൃത്വം പറയുന്നത്. എന്നിട്ടും മുങ്ങി നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ കുരുക്കായിക്കൊണ്ടാണ് രണ്ടാമത്തെ പരാതി, ഏറ്റവും പുതിയ പരാതി. അതിൽ 23-കാരിയാണ് യുവതി. ആ യുവതി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ആ യുവതി സംസ്ഥാനത്തിന് പുറത്താണ്. തന്റെ ഐഡന്റിറ്റി താൻ വെളിപ്പെടുത്താൻ തയ്യാറല്ല. തനിക്ക് ജീവൽ ഭയമുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമത്തിലൂടെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംഘത്തിന്റെ അതിക്രമം തനിക്ക് അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്നാണ് പെൺകുട്ടി പറയുന്നത്.